EduWorld. Once again, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെയും എ ബ്രേവ് ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആണെന്നാണ്. കാരണം അസാധാരണമായ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നുപോയി ഒരുപാട് ആശങ്കകൾ ഇവർക്കുണ്ടായിരുന്നു. പരീക്ഷ എപ്പോൾ എങ്ങനെ എന്നൊന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ, ഓൺലൈൻ ക്ലാസ്സസ് അത് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പ്ലസ് എക്സാംസ്, അതിൻ്റെ റിസൾട്ട്, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഓരോ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ കൺസേൺസ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ വിവരങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് അതായിരുന്നു നിങ്ങളുടെ ലൈഫിനെ നിർണ്ണയിക്കുന്ന മാനദണ്ഡം വരെ. നീറ്റ് എക്സാം എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, ഒടുവിൽ നീറ്റിൻ്റെ എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തു. അത് കോടതി കയറിയ ഡേറ്റ്സ് ഒക്കെ. അപ്പോൾ എക്സാം നടക്കോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒടുവിൽ ലാസ്റ്റ് 12th നിങ്ങളെല്ലാവരും നീറ്റ് എക്സാം എഴുതി. അതൊരു വലിയ നാഴികക്കല്ലാണ്. ഒരു മെഡിക്കൽ ആസ്പിരൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ മുൻപിൽ ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ് നീറ്റ് എക്സാം. ബിക്കോസ് അതൊരു വലിയ ചുവടുവയ്പ്പാണ് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള. അപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞു. ഇപ്പോൾ നീറ്റ് എഴുതിയ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നീറ്റ് എക്സാം ഒക്കെ എഴുതിയ 1-2 പേരുടെ ഇൻറ്ററാക്ഷൻസ് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. കാരണം നിങ്ങളുടെ ഓഡിയോ ഞങ്ങൾക്കും ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നീറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വാട്ട് വാസ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓൺ ദിസ് നീറ്റ് എക്സാം ലാസ്റ്റ്? ഞാൻ ഇൻറ്ററാക്ഷൻസിനെ കുറേയും കൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബിക്കോസ് നിങ്ങൾ മിണ്ടാണ്ടിരുന്ന് നമ്മൾ പറയണമൊക്കെ കേട്ടാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ പ്രശസ്തരായ ആളുകൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇന്ന് വെബിനാറിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ച ആ ഷൈനസ് ഒക്കെ ഒന്ന് മാറ്റിയാലേ അവർ വരുമ്പോൾ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ സംവാദ സെക്ഷനായിട്ട് ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും സംസാരിക്കാമോ പാർട്ടിസിപ്പൻസിന് നിങ്ങളുടെ നീറ്റ് എക്സാമിൻ്റെ അനുഭവം? Can somebody speak? ഇന്ററാക്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. കാരണം ഈ വെബിനാറിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെല്ലാം MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഇപ്പോഴേ എന്താ പറയാ യൂസ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് ഓഡിയോന്റെ പ്രശ്നം കൊണ്ടാണോ സംസാരിക്കാത്തതെന്ന് എനിക്ക് അറിയില്ല. ഷാൽ വി കണ്ടിന്യൂ? ഓക്കെ, സോ ഫൈൻ. എനിക്ക് തോന്നുന്നു ഒരു ഇനീഷ്യൽ ഷൈനസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആണെന്ന് തന്നെ ഞങ്ങളിവിടെ ഈ ഫ്ലോറിൽ നിന്ന് വിശ്വസിക്കേണ്ടി വരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കുട്ടികളോട് ചോദിച്ചിരുന്നു. നീതു പേഴ്സണലി കുറെ കുട്ടികളായിട്ട് സംവദിക്കുന്ന ഒരാളാണ്. അവർ നീറ്റ് എക്സാമിനെ കുറിച്ച് എന്താണ് നീതുവിന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്? കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളോട് വിളിച്ച കുട്ടികളെല്ലാവരും, നമ്മൾ സംസാരിച്ച കുട്ടികളെല്ലാവരും പറയുന്നത് വിചാരിച്ചതുപോലെ ആയില്ല എന്നുള്ളൊരു ഉത്തരമാണ്. ഫിസിക്സ് ഡിഫിക്കൽട്ട് ആയിരുന്നു അവർക്ക്, ബയോളജി സിമ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞു. ബട്ട് ഫിസിക്സ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ബയോളജി സ്കോർ ചെയ്ത മാർക്സ് എല്ലാം നെഗറ്റീവില് കുറെ പേർക്ക് പോയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഒപ്പീനിയൻ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വർഷത്തെ നീറ്റ് എക്സാം കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് തന്നെ ആയിരുന്നു എന്നാണ്. ഓക്കെ, പക്ഷേ ഇപ്പൊ എല്ലാവരും അവരുടെ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ സ്കോറൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ള ഏകദേശം ഐഡിയ ഉണ്ടാവും. ഇതിൽ എത്ര പേര് അവരുടെ സ്കോർ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്? ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര പേര് സത്യസന്ധമായിട്ടുള്ള ഉത്തരം അവരുടെ പാരന്റ്സിന് കൊടുത്തിട്ടുണ്ട്? ബിക്കോസ് പരീക്ഷ എഴുതാൻ പോയത് നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. പാരന്റ്സ് നിങ്ങൾ അവിടെ കൊണ്ട് എത്തിക്കുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾ പറയുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. സത്യസന്ധമായിട്ടൊരു ഉത്തരം കൊടുക്കാനുള്ള അവസരം ആയി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ നീറ്റ് സ്കോറിനെ കുറിച്ച്. കാരണം എഴുതിയ നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ആക്ച്വലി പാരന്റ്സിനോട് സത്യസന്ധമായിട്ട് തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് സംശയവുമുണ്ട്. എനിവേ, നമുക്ക് ഇത് മുന്നോട്ട് നീങ്ങാം. ആക്ച്വലി ഇന്നത്തെ വെബിനാറിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ നീറ്റിന് ശേഷം എന്ത് ചെയ്യണം, എന്ത് എക്സ്പെക്ട് ചെയ്യണം. ആ എക്സ്പെക്ടേഷൻസോടുകൂടി വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ നീറ്റിന്റെ സ്കോറ് നിങ്ങൾ പ്രതീക്ഷിച്ച എക്സ്പെക്ടേഷന്റെ മാർക്ക് ലെവൽ എത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ മുൻപിൽ ബാക്കിയാവുന്നത് എന്ത്? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് ഡോക്ടർ വെങ്കട്ടരാമൻ സർ. അദ്ദേഹം ഒരു കരിയർ അനലിസ്റ്റ് ആണ്, അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. സ്റ്റുഡൻസിന് ഗൈഡൻസ് നൽകുന്ന പല ചാനലുകളിലും അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. മാതൃഭൂമി, മനോരമ, എല്ലാ ചാനലിലും അദ്ദേഹം വന്നിട്ട് ഇത്തരം ഗൈഡൻസ് പ്രോഗ്രാംസ് നൽകാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത്, ഈ ഒരു ഫീൽഡിലുള്ള പരിചയ സമ്പത്ത്, നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു പരിചയ സമ്പത്ത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്.
അദ്ദേഹത്തിന്റെ മകൻ തന്നെ IAS പാസ്സായ ഒരാളാണ് റാങ്കിൽ ലിസ്റ്റില്. അപ്പോൾ ആ ഗൈഡൻസിന്റെ ഗുണം എത്രമാത്രമാണെന്ന് ആ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ സാറിനെ ഇന്ന് ഈ വെബിനാറിലേക്ക് നിങ്ങളുടെ പേരില്, എഡ്യൂവേൾഡിന്റെ പേരില്, ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പേരില് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സർ വെങ്കട്ടരാമൻ സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ക്യാൻ യു ഹിയർ അസ്? സാറിന് എന്തോ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്നു. സർ ലൈനിലുണ്ട്, വീഡിയോ വന്നിട്ടില്ല. ഓക്കെ, സാറിന്റെ ആ ടെക്നിക്കൽ എറേഴ്സ് ഇപ്പോ കറക്റ്റ് ചെയ്തിട്ട് വരട്ടെ സാറ്. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. എത്ര പേർക്ക് നീറ്റ് എഴുതുന്നതിന് മുൻപ്, ഓഫ് കോഴ്സ് യുവർ പ്ലാൻ എ നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടില് ഇന്ത്യയില് ഒരു MBBS സീറ്റാണ്. ഇത് എഴുതാൻ പോയ നീറ്റ് എഴുതിയ എല്ലാ സ്റ്റുഡൻസിന്റെയും പാരന്റ്സിന്റെയും ഒക്കെ സ്വപ്നം, അല്ലെങ്കിൽ പ്ലാൻ എ. എത്ര പേർക്ക് പ്ലാൻ ബി ഉണ്ടായിട്ടുണ്ട്? എത്ര പേർക്ക് പ്ലാൻ സി ഉണ്ടായിട്ടുണ്ട്? പ്ലാൻ എ, പ്ലാൻ ബി, എത്ര പ്ലാൻസ് നിങ്ങൾക്ക് MBBS എഴുതുന്നതിന് മുൻപ്, അല്ലെങ്കിൽ സോറി നീറ്റ് എക്സാം എഴുതുന്നതിന് മുൻപ് നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു? ഓക്കെ, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. പ്ലാൻ എ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് നീതു പ്ലാൻ എ? പ്ലാൻ എ എന്ന് പറയുന്നത് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു MBBS സീറ്റാണ്. ഓക്കെ, എപ്പോഴും ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും വിദേശ MBBS പഠനം എന്നുള്ളത്. അത് വിദേശ MBBS തന്നെ വേണമെന്നില്ല, വിദേശ പഠനം ആയിക്കോട്ടെ. എല്ലാവരുടെയും സെക്കൻഡ് ഓപ്ഷൻ, എല്ലാവരുടെയും ആഗ്രഹം ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടുക, ഇന്ത്യയിൽ ഒരു മെറിറ്റ് സീറ്റ് കിട്ടുക. നീതുവിനോട് ഞാൻ ചോദിക്കുവാണ്, ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, ഇപ്പൊ എത്ര കുട്ടികൾ ഏകദേശം ഒരു വർഷം നീറ്റ് എഴുതാറുണ്ട്, എത്ര സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഇതിന്റെ ഒരു റേഷ്യോ നീതുവിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ സീറ്റ് ആയിക്കോട്ടെ, അതിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്നുള്ളത്, നമ്മളിവിടെ എത്ര പേരാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ വർഷം തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, 16 ലക്ഷത്തോളം കുട്ടികളാണ് നീറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എത്ര സീറ്റാണ്? ഏകദേശം ഒരു 50,000 മുതൽ 70,000 വരെയുള്ള മെഡിക്കൽ സീറ്റുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അതിൽ ഏകദേശം ഒരു 20% ഗവൺമെന്റ് സീറ്റായിട്ട് വരണം. അപ്പോൾ നമ്മളൊരു പ്ലാൻ എ പറഞ്ഞു. അതിനുശേഷം ഒരു പക്ഷേ നീറ്റിന് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റിയില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് വിദേശത്ത് MBBS പഠിക്കാം. അപ്പോൾ വിദേശത്ത് MBBS പഠിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വിദേശ പഠനം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന രാജ്യങ്ങളാണ് UK, USA, കാനഡ, യൂറോപ്യൻ കൺട്രീസ്. അവിടെയാണോ നീതു MBBS എബ്രോഡ് എന്നതുകൊണ്ട് നീതു ഉദ്ദേശിച്ചത്? ഇല്ല സാർ, നമുക്ക് ഒരുപാട് കുട്ടികളുണ്ട്. യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, അമേരിക്കൻ കൺട്രീസ് ആയിക്കോട്ടെ, ഏഷ്യൻ കൺട്രീസ് ആയിക്കോട്ടെ. ഫസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ആ കൺട്രിയിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നമുക്ക് ചുറ്റും. UK ചോദിക്കുന്നവരുണ്ട്, ജർമ്മനി, പിന്നെ റഷ്യ, പോളണ്ട്, ഉക്രൈൻ, ജോർജിയ, മോൾഡോവ, അങ്ങനെയുള്ള ഒരുപാട് കൺട്രീസ് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും, നമ്മൾ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ പോയി MBBS പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എൻട്രൻസ് എക്സാം പാസ്സാവേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു എൻട്രൻസ് എക്സാം കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ടുണ്ട്. ആ നീറ്റിന്റെ ബേസിൽ നമുക്ക് ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ട് MBBS പഠിക്കാൻ പറ്റും, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഡിസ്കഷൻസ് വരുമ്പോൾ നമുക്ക് കുറെ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉയർന്നു വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ഈ ചോദ്യങ്ങളില് ഒന്നാമത്തെ ചോദ്യം വിദേശ MBBS, അതായത് നീറ്റ് അക്സെപ്റ്റഡ്, നമ്മുടെ നീറ്റിന്റെ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് റഷ്യയില്, ഉക്രൈനില്, ജോർജിയ, അങ്ങനെ ചൈന, അങ്ങനെ കുറെ രാജ്യങ്ങളിൽ പോയിട്ട് MBBS ചെയ്യാം. പക്ഷെ ഈ MBBS അവിടെ പഠിച്ചു വരുന്ന MBBS ഇവിടെ വാലിഡ് ആണോ അല്ലയോ, ഈ ഒരു ചോദ്യമാണ് ഒരുമിക്ക പാരന്റ്സ് നമ്മളോട് ചോദിക്കാറുള്ളത്, അല്ലെ? അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് ഉക്രൈനില് MBBS പഠിച്ചിറങ്ങി വന്ന, ഇപ്പോൾ ഡൽഹിയില് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ റിബാൻ ഉണ്ട്. സോ നമുക്ക് ഡോക്ടർ റിബാൻ ആദ്യം നമുക്ക് നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം, ഇന്നത്തെ വെബിനാറിലേക്ക് ക്ഷണിക്കാം. ഡോക്ടർ റിബാനെ കുറിച്ചിട്ട് നീതു പറയും. അതായത് വിദേശ MBBS പഠനം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു പേടിയുണ്ട്. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റുമോ, വാലിഡ് ആയിരിക്കും സർട്ടിഫിക്കേഷൻ, അതിലിരിക്കുന്ന ഒരു തെളിവാണ് ഡോക്ടർ റിബാൻ എന്ന് പറയുന്നത്.
ഐ തിങ്ക് റിബാനെ കുറിച്ച് ഞാൻ പറയുന്നതിലും നല്ലത് റിബാൻ തന്നെ പറയുന്നതായിരിക്കും. സോ ഡോക്ടർ ലൈനിലുണ്ടോ? ഡോക്ടർ റിബാൻ. Hello, hi. Yeah. Yes, hi sir. Good afternoon. Hello, sir. Good afternoon. Good How afternoon. are you? Yeah, I'm very good. How you ഡോക്ടർ guys? ഇന്ന് ഡ്യൂട്ടിയിലാണോ അല്ലെങ്കിൽ ഇപ്പൊ ഡൽഹിയിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആണോ ഡോക്ടർ? അതെ ഡ്യൂട്ടിയിലാണ്. പക്ഷെ ഞാനിത് യെസ്, ഈ ഗൈഡൻസിന് വേണ്ടി സാർ കുറച്ച് സമയം കണ്ടെത്തി. സോ താങ്ക് യു സോ മച്ച്. സാറിന്റെ ആ MBBS പഠനത്തെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ സാർ? സ്റ്റക്ക് ആയിരിക്കുവാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പോ അദ്ദേഹം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് MBBS പഠിച്ച് ഇറങ്ങി വന്ന് ഇപ്പോൾ ഡൽഹിയിൽ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തിട്ട് വരും. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഉക്രൈൻ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഒരു ചോയ്സ് ആയിട്ട്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ചോയ്സ്? വേറെ ഏതെല്ലാം കൺട്രീസ് നമുക്ക് ഒരു ചോയ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും? പാഷൻ ഉണ്ടെങ്കിൽ MBBS പോയേ പറ്റൂ. അങ്ങനെ പോയേ പറ്റും തീരുമാനിച്ചാൽ നീറ്റ് കിട്ടുമോ? ഇനി നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ചോദിക്കാം നീറ്റ് കിട്ടുമോ ഇല്ലയോ? നിങ്ങളുടെ മാർക്ക് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പറയാം നീറ്റ് കിട്ടുമോ ഇല്ലയോ ഞാൻ തന്നെ പറയാം, പ്രവചിക്കാം. കേരളത്തിലെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻസസ് എടുത്തേക്കുന്ന ട്രെൻഡ് കാണിക്കുന്നത് നീറ്റിന്റെ സക്സസ് 2.6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നീറ്റ് കിട്ടുന്നത്. 6 പ്രാവശ്യമല്ല, സാധാരണ നീറ്റിന്റെ സക്സസ് വരുന്നത് 2+1/2 അല്ലെങ്കിൽ നമുക്ക് പറയാൻ 2 നിർത്തോളം സെക്കൻഡ് റിപ്പീറ്ററിനാണ് നീറ്റിൽ കിട്ടുന്നത് എല്ലാവർക്കും. അപ്പൊ സെക്കൻഡ് റിപ്പീറ്റർ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ +2 കഴിഞ്ഞ് 2 കൊല്ലം അയാൾ ഈ നീറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അതൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അങ്ങനെ പോകണോ? അങ്ങനെ പോവാം. 2 പ്രാവശ്യവും 3 പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്താൽ നീറ്റ് കിട്ടും. 2 പ്രാവശ്യവും 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എല്ലാവർക്കും ഒന്നും നീറ്റ് കിട്ടണില്ല. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നീറ്റ് കിട്ടാനുള്ള സാധ്യത കൂടണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെ നീറ്റ് കിട്ടണം? എൻ്റെ മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്. 2 പേരും നീറ്റ് കിട്ടിയാൽ പോയത്. അതെന്താ പ്രത്യേക മാജിക് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചു കൊടുക്കുക നീറ്റ് ലീക്കായ കൊണ്ടൊന്നുമല്ല. അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നീറ്റ് റിക്വയർസ് എക്സ്റ്റെൻഡഡ് പ്രിപ്പറേഷൻ. നീറ്റ് റിക്വയർസ് എക്സ്റ്റെൻഡഡ് പ്രിപ്പറേഷൻ. എന്താണ് ഈ എക്സ്റ്റെൻഡഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് നാളെ ശ്രീലങ്കയെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നാളെ മോദി ഒരു തീരുമാനമെടുത്ത് കുറെ ആർമിക്കാരെ കയറ്റാൽ ശ്രീലങ്ക നമുക്ക് യുദ്ധം ചെയ്ത് അവരെ അടക്കിക്കൊണ്ടുവരാം. ഒരാഴ്ച കൊണ്ട് ശ്രീലങ്കയെ അടക്കാം. US ആയിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് 2-3 കൊല്ലം മുമ്പ് അതിനെപ്പറ്റി പ്ലാൻ ചെയ്യണം. അതാണ് എക്സ്റ്റെൻഡഡ് പ്രിപ്പറേഷൻ. നീറ്റ് ഒരു എക്സ്റ്റെൻഡഡ് പ്രിപ്പറേഷനിൽ നടക്കുള്ളൂ. ഞാൻ ഒരു സ്ഥലം പറയാം. നിങ്ങൾക്ക് ഈ നീറ്റ് പാസ്സാകുന്ന ഈ 300 ചില്ലാൻ ഡിസ്ട്രിക്ട്സ് ഉണ്ട് ഇന്ത്യയിൽ. കേരളത്തിലിരിക്കുന്നത് 14 ഡിസ്ട്രിക്റ്റ് ആണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും കൂട്ടിയാൽ 300 ചില്ലാൻ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഈ ഡിസ്ട്രിക്ട്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ നീറ്റ് കിട്ടി പോകുന്ന ഡിസ്ട്രിക്റ്റ് ആണെന്ന് പറയാമോ? ഗസ് ചെയ്യാമോ? നീറ്റ് മാത്രമല്ല, നീറ്റും IIT കൂടി കൂട്ടിയാൽ അതിന്റെ ഇൻഡെക്സ് നീറ്റ് എക്സ്ക്ലൂസീവ് ഇല്ല. നീറ്റും IIT എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഓരോ കൊല്ലം ഷെയർ ചെയ്യുന്നത് കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. കോട്ട പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമമാണ്. കോട്ടയിലെയും ഡൽഹി ഡിസ്ട്രിക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ആ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് മക്കൾക്ക് നീറ്റ് കിട്ടുന്നത്? കേരളത്തിൽ ഈ പറഞ്ഞാൽ 3 ലക്ഷം 4 ലക്ഷം ആൾക്കാരെ കിട്ടുന്നത് വളരെ കൃത്യമായിട്ട് 8% ആൾക്കാർക്കാണ് നീറ്റ് കിട്ടുന്നത്. എന്താ നമുക്ക് കിട്ടാത്തത്? ആ സ്ഥലങ്ങളിലൊക്കെ നീറ്റിന് വേണ്ടി അവർ തയ്യാറാകുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് 8ാം ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യും. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് 5 കൊല്ലം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അവർക്ക് നീറ്റ് കിട്ടുന്നത്. നമ്മുടെ ഇവിടുത്തെ മക്കൾ എന്താ ചെയ്യുക വെച്ചാൽ +1 +2 കഴിഞ്ഞിട്ട് പിന്നെ 3 കൊല്ലം പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അവർക്ക് നീറ്റ് കിട്ടും. പക്ഷെ ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ +2 കഴിഞ്ഞപ്പോൾ 3 കൊല്ലം പ്രിപ്പയർ ചെയ്യും. നമ്മുടെ ലൈഫ് 3 കൊല്ലം പോകും. നീറ്റ് കിട്ടുന്ന തീരുമാനമില്ല, റിസ്ക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളോട് സ്വന്തമായിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് MBBS വേണോ? നിങ്ങൾക്ക് പാഷൻ ഉണ്ടോ? പാഷൻ ഇല്ലെങ്കിൽ കോഴ്സിന് പോകണ്ട, വേറെ പണിക്ക് പോവുക. പാഷൻ ഉണ്ടോ ഈ കോഴ്സ്? പക്ഷെ ഈ കോഴ്സിന്റെ എന്താ ഗുണം എന്താണ്? അപ്പൊ ഞാൻ നീറ്റ് പാഷൻ ആണോ? പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ MBBS പോകണം. പാഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ പറയാം. നീ ഇത് നാളെ ക്ലാസ്സിൽ പോയി എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. എന്താണ് പാഷൻ എന്ന് പറഞ്ഞത്? പാഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ നമുക്ക് എക്സാമ്പിൾ പറയാം. ആരാണെന്ന് അറിയാമോ? ആ മനുഷ്യൻ, നീ ഇതുവരെ ആൻസർ പറയണം. ആ മനുഷ്യൻ യമുനയുടെ തീരത്ത് അയാളുടെ ഭാര്യയ്ക്ക് ഒരു സിംബോളിക് ആയിട്ട് സാധനം വേണം. ആരാന്ന് പറയാമോ? നീ ഇതൊരു ടെക്നോളജി നോക്കണം. ആ സ്യൂട്ടൊക്കെ ഇട്ട സുഹൃത്തിന്റെ പേരെന്താ? ഞാൻ ഒന്നുകൂടി ഒച്ചയ്ക്ക് പറയാം. എയ്സർ അടുത്ത UPSC കിട്ടും. അത്രയും ടെക്നോളജി സ്ട്രോങ് ആണ് അയാൾ. സൂപ്പർമാൻ. കണ്ടോ? കറക്റ്റാണ്. ഷാജഹാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ മുംതാസിന് ഒരു ആഗ്രഹം വന്നപ്പോൾ താജ്മഹൽ പണിതു.
ഈ ഷാജഹാന്റെ പ്രേമമാണ് അനശ്വര പ്രേമം. എന്റെ അച്ഛനൊന്നും എന്റെ അമ്മയ്ക്ക് വേണ്ടി താജ്മഹൽ ഒരു ബൊമ്മ മേടിച്ചു കൊടുത്തിട്ടില്ല. നീ വിവാഹം കഴിച്ചതാണോ? നീ വിവാഹം കഴിച്ച ഒരു കൊല്ലം കഴിഞ്ഞ് പറ ഹസ്ബൻഡിനോട് താജ്മഹൽ പറ. ഒരു ബൊമ്മ മേടിക്കുന്ന ആൾ ശരിയല്ല കേട്ടോ, വേണ്ട വെക്കണ. ഒരു ടോയും കൂടി മേടിച്ചു കൊടുക്കാറില്ല ഒരു ഹസ്ബൻഡ്. ദാറ്റ് ഈസ് പാഷൻ. അങ്ങനെ പാഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ MBBS പോകണം. സച്ച് പാഷനേറ്റ് പീപ്പിൾ ആർ യൂസ്ഫുൾ not to the city, not to the district, not to the state, but to the whole world, because doctors are demanded all over the world. Sir, തിരിച്ചു വരുന്നത് നമുക്ക് റിബാൻ സാറോട് സംസാരിക്കാം, ഡോക്ടർ റിബാനോട് സംസാരിക്കാം. സർ, വെങ്കിട്ടരാമൻ സർ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് ഔട്ടായി. സർ നേരത്തെ സംസാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സർ. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം മുതൽ തന്നെ പറയാം. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. So I did 10th class വരെ അവിടെ തന്നെ പഠിച്ച്. അത് കഴിഞ്ഞ് +1 +2 I did from St. Aloysius, Bangalore. അപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ പുറത്തു പോകണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. സത്യം പറഞ്ഞാൽ ഒരു ആംബിഷനോ പ്ലാനോ ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെങ്കിലും പുറത്തു പോകണം, അത്രേ ഉള്ളൂ. പിന്നെ +1 ഞാൻ പിന്നെ ചൂസ് ചെയ്ത് എഞ്ചിനീയറിങ്ങിനായിരുന്നു എനിക്ക് ഫസ്റ്റ് ആഗ്രഹം. പക്ഷെ ആ കോളേജ്, ഞാൻ പോയ കോളേജിൽ അവിടെ സീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബയോളജി ചൂസ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഐ വാസ് ഡൂയിങ് ഫുൾ റിസർച്ച്. ലോകത്തിൽ എവിടെയൊക്കെ പോകാൻ പറ്റും. ബിക്കോസ് മൈ വിഷൻ വാസ് സൂപ്പർ ക്ലിയർ. എനിക്ക് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സ്റ്റഡി അബ്രോഡ്, ദാറ്റ്സ് ഇറ്റ്. ആ കാരണവശാല് ഞാൻ നീറ്റ് പോലും എഴുതിയില്ല. ഐ വാസ് സോ, എനിക്കൊരു പേടിയായിരുന്നു. അബദ്ധത്തിൽ പോലും കിട്ടിയാൽ ഇവിടെ പഠിക്കേണ്ടി വരും എന്നുള്ള ആ പേടി കാരണം നീറ്റ് പോലും എഴുതിയില്ല. I knew I was not deserving, but still I was so scared that accidentally if I get, I'll have to study here. So അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ പറയാ, എല്ലാ കൺട്രീസിനെ കുറിച്ചിട്ടും റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഫോർ ഷുവർ നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യം USA UK ഒക്കെ നോക്കി. പിന്നെ അവിടുത്തെ ഫണ്ടൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ there is no point at the end of the day. നമുക്ക് അത്ര ഏൺ ചെയ്യാനും പറ്റില്ലല്ലോ. സോ ഞാൻ പിന്നെ എല്ലാ കൺട്രീസും ഇങ്ങനെ റിസർച്ച് ചെയ്ത് കുറെ പേര് ഇങ്ങനെ ചൈന സജസ്റ്റ് ചെയ്ത്. അപ്പൊ ചൈനയും ഇന്ത്യയും ഓക്കെ, അപ്പൊ ചൈന ഇന്ത്യ റിലേഷൻ ഒക്കെ കാരണം പിന്നെ ഈ ചൈനക്കാരോടുള്ള ഇന്ത്യയുടെ ഒരു ഇത് ചൈനീസ് പ്രൊഡക്റ്റിനൊക്കെ ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടത് കൊണ്ടായിരിക്കാം. അപ്പോ അത് വേണ്ടെന്ന് വെച്ച് പിന്നെ I thought of doing in Russia. But Russia also, I don't know, കുറെ പേര് കാരണം അതും ഡ്രോപ്പ് ചെയ്തു. പിന്നെ then I chose Ukraine. സത്യം പറഞ്ഞാല് എനിക്ക് അധികം ഇതിനെ കുറിച്ചിട്ട് അധികം അറിവൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് MCA എക്സാം, I didn't even knew about this exam, MCI. But I was a student. ഞാനൊരു സ്റ്റുഡന്റ് എന്ന് വെച്ചാല് I used to study like 2 days before the exam. Somehow I managed to pass. അത് മാത്രമായിരുന്നു. അപ്പൊ എനിക്കൊരു ഉറപ്പായിരുന്നു, okay, I will somehow make it, that's it. So alhamdulillah I chose to go to Ukraine. അപ്പൊ അവിടെ പോയത് 2013 അവിടെ പോയി. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് വിഷമായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റും കാര്യമൊക്കെ കുറച്ച് പാടാണ്. പിന്നെ അവരെ കുറച്ച് എന്താ പറയാ, കുറച്ച് മാനേജ് ചെയ്യാൻ പോവാനും കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ സത്യം പറഞ്ഞാൽ ഐ വാസ് കൈൻഡ് ഓഫ് ലാസ്റ്റ്. ഒരു വിഷൻ ഒന്നുമില്ല. ഈ അധികം ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പൊ എവിടുന്നായാലും ഇന്ത്യയിലെ മൊത്തം 29 സ്റ്റേറ്റിലത്തെ കുട്ടികൾക്കും ഒരു എയിമേ ഉള്ളൂ. ഇവർക്ക് എന്ന് വെച്ചാൽ ഇന്ത്യ തിരിച്ചു വന്നിട്ടുള്ള ഈ MCA എക്സാമിനെ കുറിച്ചിട്ടായിരിക്കും ഇവരെ ചിന്ത. അപ്പൊ ഇതിന്റെ ഒരു പേടി ഉണ്ടാവും. ഈ പേടിയാണ് ഈ 6 വർഷം ഇവർ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. So that is the problem. അപ്പൊ ഇവർ കുറെ സ്ട്രെസ്സും കാര്യമൊക്കെയാണ് കൂടുതൽ. More than the study, they are having so much of problem. അപ്പൊ the first year went smooth. Second year was like okay. Third year what I used to do is like I used to travel. എനിക്കിങ്ങനെ ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കുറേ കൺട്രിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യും. അപ്പോൾ എവിടെ വർക്ക് ചെയ്യണം, നമുക്കൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു റിസർച്ച് ഒക്കെ തുടങ്ങിയാണ്. അങ്ങനെ ഞാൻ ഈ ഖത്തറാണ് ഞാൻ അവിടെയാണ് വളർന്നതൊക്കെ. ജനിച്ചത് ഇവിടെ ആണെങ്കിലും വളർന്നതൊക്കെ അവിടെയാണ്. അപ്പൊ അവിടെ എനിക്ക് MBBS കഴിഞ്ഞിട്ട് അവിടെ പണിയെടുക്കുന്നുള്ള ഒരു ആഗ്രഹത്താൽ അവിടെ എങ്ങനെ എത്തിച്ചേരാം അതിനെ കുറിച്ചുള്ള റിസർച്ച് ആയിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക്.
അങ്ങനെ അവിടെ ഞങ്ങൾക്ക് PG പഠിക്കണമെങ്കിൽ യു ഹാവ് ടു ക്ലിയർ എക്സാം ഫോർ USMLE. അപ്പൊ USMLE എന്ന് പറഞ്ഞാൽ അമേരിക്ക പോകാനുള്ള ഒരു എക്സാമാണ്. ഓക്കെ, USA നമുക്ക് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് എൻ ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ. നമുക്ക് വേൾഡിൽ തന്നെ, ലോകത്തിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് മെഡിക്കൽ എൻട്രൻസ് എക്സാം വേണമെന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ എക്സാം അവിടെ പോകണമെങ്കിൽ ക്ലിയർ ആണ്. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പറ്റണം, അത്രേ ഉള്ളൂ. ഐ എം റെഡി ടു ടേക്ക് എനി റിസ്ക്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഇയർ അവിടെ പോയി ഐ ഡിഡ് ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് പ്രോഗ്രാം ഇൻ ഖത്താർ. അപ്പൊ അത് പോയിട്ട് ഐ വാസ് കൈൻഡ് ഓഫ് മെസ്മറൈസ്ഡ്, ഐ വാസ് ഹുക്ഡ്, ഐ വാസ് കംപ്ലീറ്റ്ലി മെസ്മറൈസ്ഡ് ബൈ ദിസ് പ്ലേസ്. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൻ പറ്റൂ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഒരു പാഷൻ വന്ന് മനസ്സിലേക്ക്, ഒരു പാഷൻ വന്ന് അവിടെ എങ്ങനെയൊക്കെ എത്താൻ പറ്റും അതിനൊക്കെയുള്ള ഫുള്ള് റിസർച്ച് ആയി പിന്നെ അങ്ങോട്ടേക്ക്. അപ്പൊ അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ USMLE, അന്നാണ് ഞാൻ പഠനത്തിനെ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യം തന്നെ USMLE ബുക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ ഐ വാസ് എ വെരി 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 ബിലോ ആവറേജ് സ്റ്റുഡൻറ്. എനിക്കിപ്പോ പറയാൻ നാണക്കേടൊന്നുമില്ല. എന്റെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റുഡന്റ് എന്നൊക്കെ വേണം പറയാം, ബാക്ക് ബെഞ്ചർ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ ആയിരുന്നു 3rd ഇയർ വരെ. ഓക്കെ, സോ എവറി ടീച്ചേഴ്സ്, എല്ലാ ടീച്ചർ വന്നിട്ട് എന്നെപ്പം കളിയാക്കിയിട്ടാണ് ഇവർ പോകും. അങ്ങനെ അവിടുന്ന് ഞാൻ എന്താ ഒരു വാശി വന്ന്, ഒരു പാഷൻ വന്ന്, ഐ വാസ് വെരി മച്ച് മോട്ടിവേറ്റഡ്. ഐ ഹാഡ് ലൈക്ക് എ ലേസർ ലൈക്ക് വിഷൻ. സോ ഐ ഡിഡ് മൈ സ്റ്റാർട്ടിങ് 4th ഇയർ മുതൽ ഐ സ്റ്റാർട്ടഡ് മൈ സ്റ്റഡീസ്. അപ്പൊ എന്റെ വിഷൻ സൂപ്പർ ആയിരുന്നു. ഐ വാസ് വെരി മച്ച് ഫോക്കസ്ഡ്. നമുക്ക് USMLE ഐ സ്റ്റാർട്ടഡ് ദ ജേർണി വെൻ ഐ വാസ് ഇൻ 4th ഇയർ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ സമയം പോയിട്ട് അറിഞ്ഞില്ല. 4th ഇയർ ഇങ്ങനെ പോയി, 5th ഇയർ പോയി. Meanwhile I was doing a lot of sacrifice. അപ്പൊ അത് കഴിഞ്ഞ് ഐ ക്രാക്ട് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എക്സാം. അപ്പൊ യുക്രൈൻ തന്നെ ഒരു എക്സാം ഉണ്ട്, IFOM എന്ന് പറഞ്ഞിട്ട്. IFOM is an exam done by the same body who make USMLE. NBME എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇവർ നടത്തുന്ന ഒരു എക്സാം. അപ്പൊ ഈ എക്സാം എഴുതിയാൽ യു ആർ എക്സംപ്റ്റഡ് ഫ്രം റൈറ്റിംഗ്. You are exempted. You got a privilege without writing the national exam. You are exempted. അപ്പൊ അങ്ങനെ കുറെ അംഗീകാരമൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് 2019, 2 വർഷം മുമ്പ് എന്റെ അവിടുത്തെ പഠനം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു ലൈസൻസിങ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ എക്സാം കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് MCA ശരിക്കും പറഞ്ഞാൽ പഠിക്കണമെന്ന് ആവശ്യം വന്നിട്ടില്ല. സോ ഐ ഈവൻ ക്രാക്ക് ദിസ് തിങ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഭാവി പരിപാടിയിലേക്ക് ഇങ്ങനെ നോക്കുന്നു. Dr. Ruben? Yeah, sir. Let us have an agreement how to go forward. The sense, as a suggestor, I got a program, I got it postponed up to 4:30, 30 minutes ahead. Shall Okay, I sir. finish? Yeah. Okay. Venkatraman sir, excuse me sir, Venkatraman sir, I have a doubt. Yeah, ask me. That Neetu has to ask me questions. Neetu push questions. Sir, can you hear me? സാർ, ഒരു സ്റ്റുഡന്റ് ഡയറക്റ്റ് ആയിട്ട് സാറിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സാർ പ്ലീസ് ആസ്ക് ദ ക്വസ്റ്റ്യൻ. സാർ പറഞ്ഞല്ലോ, ഇപ്പൊ MBBS കഴിഞ്ഞ മിക്ക ഡോക്ടേഴ്സിനും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് ആഗ്രഹം എന്ന് സാർ പറഞ്ഞു. സാർ, ഫോറിൻ കൺട്രീസ് മെയിൻലി പ്രിഫർ ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് MBBS കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ആണോ, അത് അവിടെ തന്നെ ചെയ്തൊരു സ്റ്റുഡന്റിനെയാണോ? പുറത്ത് ഫോറിൻ കൺട്രീസ്, റഷ്യ, യുക്രൈൻ, ഓൾ ഇന്ത്യ? ഞാനെടുക്കാം മോളെ, ഇങ്ങനെ പറയട്ടെ, ശരിയാണോ ക്വസ്റ്റ്യൻ? അതായത് US-ല് ഇന്ത്യയിൽ ഒരാൾ പോണ്, അപ്പൊ US-ലെ ഡോക്ടേഴ്സിനാണോ പ്രിഫർ ചെയ്യുന്നത്, ഇന്ത്യൻ ഡോക്ടേഴ്സിനാണോ പ്രിഫർ ചെയ്യുന്നത്, അല്ലേ? Yes, sir. 18% of the best surgeons in US are Indians. After that, 50% are best surgeons in US are Kerala. Reason is we are donkeys. We work 18 hours a day. The US European doesn't work more than 8 hours. After that, he will go for a Google, he will go for somewhere for a swimming. But Indians work hard everywhere throughout the world. They respect Indian nurses, they respect Indian doctors, they are precise, they are highly committed. If you go to US, and if there's a US doctor and an Indian doctor, the hospital choose an Indian doctor because Indians have proven ability. Indians are very good when they work outside India. Indians are very poor when they work inside India. This is the difference. So in US, the most successful doctors are Indian doctors. So they choose Indians. Is your question answered? Yes, sir. അപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ ഡോക്ടേഴ്സിനെ തന്നെ ആയിരിക്കും അല്ലേ? 18 മണിക്കൂറോടെ വർക്ക് ചെയ്യും. ഇന്ത്യൻസ് പറഞ്ഞാൽ ഈ മരിക്കാൻ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കഴുതകളാണ്. അവർ 8 മണിക്കൂർ കഴിഞ്ഞാൽ എണീറ്റ് പോകും. എവിടെ പോയാലും ഇന്ത്യൻസ് സക്സസ്ഫുൾ ആകുന്നതാണ് ബിക്കോസ് വി ആർ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. We are very good. That Dr. Ruben, you asked her, in Qatar, the best entrepreneurs, the best doctors, the best dentists, the best engineers are Indians and Keralites. But we don't work like that in India. In India, we are highly right conscious. In outside India, Indians are duty conscious.
That's the difference. Yes, sir. Yes. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. നീതു. Sir, one more thing. Sir, ഇപ്പൊ നീറ്റിന്റെ ഈ 21 നീറ്റ് എടുക്കുവാണെങ്കിൽ അതിന്റെ സ്കോർ വെച്ചിട്ട് ലൈക്ക് ഒരു ലാസ്റ്റ് സ്കോർസ് ആണ് പറയാമോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റ് ഫോർ മീ ഐ എം ഫ്രം കേരള എഴുതി സർ, ബട്ട് ഇറ്റ് വാസ് ഇൻ വെൽ ഐ ഷുഡ് സേ. സ്കോർ പറയും. Sir, score I think it gonna be around 120 or something. I'm not sure. ഞാൻ മാന്യമായിട്ട് ഉത്തരം പറയട്ടെ. Yes, sir. Of course you can. മാനസിക വിഷമം ഉണ്ടാവോ? ഇല്ല, never ever. Just say it. റിസർവേഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല sir, just OBC. നിനക്ക് ഇക്കൊല്ലം നീറ്റ് കിട്ടില്ല. Sir, ഏതെങ്കിലും സ്റ്റേറ്റിലോ ഇപ്പൊ ഞാൻ കേരളയാണ് ലൈക്ക് മറ്റേതെങ്കിലും സ്റ്റേറ്റിലെങ്കിലും കൗൺസിലിങ്ങിന് വരുമ്പോ നിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നീ കേൾക്കണം. നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന നീ കൗൺസിലർ ആകും. നീ വായ കുറച്ചു നേരം അടക്കി വെക്കുക. അപ്പൊ ഞാൻ ആൻസർ നീ ചോദിക്കുന്നതിനെക്കാട്ടും ഉത്തരം ഞാൻ പറയാം, കേൾക്കൂ കേട്ടോ. 120 മാർക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല അടുത്ത 3 കൊല്ലത്തിൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടില്ല. ഞാൻ എഴുതരാം. നീറ്റ് കിട്ടണമെങ്കിൽ ഞാൻ പറയാം 560 മാർക്കാണ് ഓൾ ഇന്ത്യ കട്ട് ഓഫ്. കേരളത്തിലെ കട്ട് ഓഫ് 610 ആണ്. 720 81% മാർക്കുണ്ടാണ്. ഒരാൾ നീറ്റ് എഴുതി 430 മാർക്ക് കിട്ടിയാൽ അയാൾക്ക് റിപ്പീറ്റർ എഴുതിയാൽ 550 ആകും. ഒരാൾ നീറ്റ് എഴുതി 120 മാർക്ക് കിട്ടിയാൽ അയാൾക്ക് ഈ ജന്മത്ത് 450 ആക്കാൻ പറ്റില്ല. നീ വേണേ എഴുതിക്കൊണ്ടേയിരുന്നു 31 വയസ്സ് വരെ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. നീ ദേഷ്യപ്പെടല്ലേ, ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞ കേട്ടോ. തീർച്ചയായും സാർ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഹലോ സാർ. ഹലോ സാർ. ഇപ്പൊ ഇന്ത്യൻസ് അബ്രോഡ് പോയിട്ട് MBBS ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രി വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയാം. ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് MBBS പഠിച്ചിട്ട് ഇവിടെ വന്നാൽ അത് ആക്സെപ്റ്റബിൾ ആണോ അല്ലേന്നാണ് ചോദ്യം. ഞാൻ ഇതിനൊരു ഫിലോസഫി ആൻസർ പറയാട്ടോ. ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്ത് ഒന്നിന് മാത്രം ഷോർട്ട് കട്ട് ഇല്ല. അതെന്താണെന്നറിയാമോ? ബുദ്ധിക്ക് ഷോർട്ട് കട്ട് ഉണ്ട്, തീറ്റയ്ക്ക് ഷോർട്ട് കട്ട് ഉണ്ട്, തടി വെക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്, പൊക്കം വെക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്. ഹാർഡ് വർക്കിന് ഷോർട്ട് കട്ട് ഇല്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഞങ്ങളുടെ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, ഖുറാനും പറഞ്ഞിട്ടുണ്ട്, ബൈബിളിലും പറഞ്ഞു. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ ഹാർഡ് വർക്ക്. എന്റെ ഈ ഇരിക്കുന്ന 80 മക്കൾക്കും നീറ്റ് കിട്ടാത്തതിന്റെ ഒറ്റ കാരണം, ഞാൻ വേണമെങ്കിൽ ആ സ്ലൈഡ് ഇടാൻ ശ്രമിക്കേണ്ട. കോട്ടയില് 61% +2 മാർക്ക് കിട്ടിയ ആൾക്ക് ഇത്തവണ നീറ്റ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ നീറ്റ് കിട്ടിയിട്ടുണ്ട് 61%. കേരളത്തിൽ 98% +2 കിട്ടിയിട്ട് നീറ്റ് കിട്ടിയിട്ടില്ല. നീറ്റിന് മാർക്കല്ല കാര്യം, നീറ്റ് റിക്വയർസ് ഹാർഡ് വർക്ക്. The people in front of me have not got NEET because you have not got hard work. And ഈ ദൈവത്തിന്റെ തമ്പുറോട് പറയാം. ദൈവം പറഞ്ഞേക്കുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടാണ്ട് മുന്നോട്ട് വരാൻ പറ്റില്ല. നീലു എന്റെ മുമ്പിൽ, അല്ലെങ്കിൽ നീലുവിന്റെ കൂട്ടുകാരൻ എന്റെ മുമ്പിൽ കോൺഫിഡന്റ് ആയിട്ട് ഈശയ്ക്കകത്ത് കൈയും വിട്ട് നിൽക്കുന്നതിന്റെ കാരണം ദേ ഹാവ് വർക്ക്ഡ് ഹാർഡ്. ചോദിച്ചു നോക്കും. ഇതേമാതിരി കണ്ടമാനം സ്റ്റേജ് ഷോ നടത്തി ധൈര്യമാണ്. ഇതേമാതിരി നിൽക്കുക. സ്റ്റേജ് ഫിയർ എന്നുള്ള സംഭവമുണ്ട്. ചോദിച്ചു നോക്കും. ഞാനൊരു അധ്യാപകനാണ്, കോളേജിലെ അധ്യാപകനാണ്. MSc പഠിച്ച് ഒരു കുട്ടിയോട് അവസാനത്തെ കൊല്ലം ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ പറഞ്ഞു 2 മിനിറ്റ്. ആ കുട്ടിയുടെ കൈയും കാലും പറക്കുകയായിരുന്നു. ഇവിടെ കണ്ടോ നിൽക്കണമാര് എന്ത് ചങ്കുറ്റോടെ നിൽക്കുമ്പോൾ 2 പേര് കണ്ട. അവർ സ്മോളൊന്നും പഠിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ they have practiced, they have worked hard. Kohli is a captain because he has practiced. Yesterday in IPL, Gaikwad hit 82 out of 62 balls because he worked hard. Everyone has to work hard. മക്കൾക്ക് നീറ്റ് കിട്ടാത്ത ഹാർഡ് വർക്ക് ചെയ്യാത്ത ആ നീറ്റ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു ബലികേറിന് മറയാണ്. 15 ലക്ഷം പേര് എഴുതിയാൽ കൊടുക്കുന്നത് 53,000 സീറ്റാണ്. ചാൻസ് സക്സസ് ലെസ് ദാൻ 0.05%. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ആൾക്കാരാണ് ഡിസപ്പോയിന്റഡ്. തമിഴ്നാട്ടിൽ 3 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. തമിഴ്നാട് ഇതിൽ ബില്ല് പാസ്സാക്കി നീറ്റ് ഇല്ലാണ്ട് അവിടെ അഡ്മിഷൻ കൊടുക്കും. നടക്കാൻ പോകുന്നില്ല. സുപ്രീം കോടതി പറ്റൂല, സമ്മതിക്കില്ല. നീറ്റ് മസ്റ്റാണ്. നിങ്ങളെ ബുദ്ധിമുട്ടാത്ത കൊണ്ടാണ് നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ നീറ്റ് പഠിക്കുക, നിങ്ങളെ MBBSന് പുറത്തു പോവുക. ഈ അടുത്ത 4 കൊല്ലം FMCG പരീക്ഷയ്ക്ക് തയ്യാറാകുക. നീറ്റിന്റെ 1/10 എഴുതൂ സ്ക്രീനിങ് ടെസ്റ്റ്. അറിയാമോ?
നമ്മൾ നീറ്റിന് എത്ര ബുദ്ധിമുട്ടണോ അതിന്റെ 1/10 ബുദ്ധിമുട്ടിയാൽ മതി MCA ടെസ്റ്റ് പാസ്സാകാം. നിങ്ങൾ ഈ 4 കൊല്ലം എന്ത് ചെയ്തു? ഗേൾ ഫ്രണ്ടോടും ബോയ് ഫ്രണ്ടോടും നടത്തി ഐസ്ക്രീം കഴിച്ച് പഠിക്കാണ്ട് ഉഴപ്പി നടത്തും. You enjoyed your life. Now for the next 4 years work hard. Instead of NEET you prepare for the MCA screening test. You can pass like a banana because last year 16,000 people passed. Passing percentage is increasing. ഒറ്റ ആൻസറുള്ളൂ, ധൈര്യമായിട്ട് പോവുക. ഈ സ്ക്രീനിങ് ആപ്പ് അതിന്റെ മെത്തോളജി അതും പാസ്സാകുക, ഇതും പാസ്സാകുക. നിങ്ങൾ നീറ്റ് ഇനി 2 ഓപ്ഷനാണ്. 3 കൊല്ലം നീറ്റ് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് MBBS പഠിച്ചുകൊണ്ട് നീറ്റിനിട്ട പ്രയത്നം ഈ സ്ക്രീനിങ് ടെസ്റ്റ് ഇടുക. ഡബിൾ സക്സസ് ആണ്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Sir, that question was. Hello, sir. Yeah. ചോദിച്ചോളൂ സ്റ്റുഡന്റ് ചോദിക്കുന്നു. ചോദിച്ചോളൂ. ഹലോ. ഹലോ. ഇപ്പോൾ ഈ ഒരു നീറ്റിന് 300 റേഞ്ചിലൊക്കെയാണ് മാർക്ക് ഈ വർഷം കിട്ടുകയാണെങ്കിൽ നമുക്ക് എവിടെങ്കിലും ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടും? നിനക്ക് എവിടെ വേണമെങ്കിലും കിട്ടും. നീ ഏത് നാട്ടുകാരിയാ? പാലക്കാട്. നീ എന്റെ കൂടെ കൂട്ടുപിടിക്കാവോ? നിനക്ക് പാലക്കാട് മെഡിക്കൽ കോളേജ് ഞാൻ മേടിച്ചു തരാം. നീ എന്നോട് കൂട്ടിന് വരാവോ? ഞാൻ പാലക്കാട് മെഡിക്കൽ കോളേജ് മേടിച്ചു തരാം. വേണോ സീറ്റ്? വേണം പറയടോ. വേണോ? അച്ഛനെ പിക്ക് പോക്കറ്റ് 90 ലക്ഷം രൂപ കൊണ്ടുവരാവോ? ക്യൂ. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ട്രിവാൻഡ്രത്തിൽ മെഡിക്കൽ കോളേജിലെ കംപ്ലീറ്റ് സീറ്റിന് ബുക്ക് ചെയ്ത് പൈസ അഡ്വാൻസ് കൊണ്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ്. People are mad for medicine. Medicine means mad. Medicine is the bad. Why medicine is mad? Because his job success value is 240%. എല്ലാവരും എഴുതി വെച്ചോളൂ കേട്ടോ. MBBSന്റെ ജോബ് സക്സസ് ഫാക്ടർ 240% ആണ്. ഹസ്ബൻഡ് കല്യാണം കഴിച്ചിട്ട് എനിക്കാളുടെ കിട്ടിയാൽ കൊള്ളാം, എന്റെ മകൾക്ക് വേണ്ടി ആലോചിക്കാം. 240% ആണ്. ഇനി ഞാൻ 36 കൊല്ലം പഠിപ്പിച്ചൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിന്റെ പേര് സുവോളജിയാണ്. നീതു പഠിച്ച സബ്ജക്ട് എന്താ? MA ഗുമ്മിന്നൊന്നും പറഞ്ഞ പാന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ്. നമ്മുടെ ഐസറോ? കേട്ടോ. എവിടെ വേണമെങ്കിൽ തമ്മിൽ നിങ്ങൾ വേണമെങ്കിൽ കൈകൊണ്ട് പിടിച്ചോളൂ. ബോധം കെട്ട് വിടരുത്. തമ്മിൽ പിടിച്ചോളൂ കേട്ടോ. വിടരുതേ സ്റ്റുഡിയോയിൽ. കേക്കാമോ? നിങ്ങൾ തമ്മിൽ കൈകൊണ്ട് പിടിച്ചോളാം. ഞാൻ ഒരു ആൻസർ പറയുമ്പോ ബോധം കെട്ട് വീഴരുത്. ഇംഗ്ലീഷിന്റെ ജോബ് മാർക്കറ്റ് 4% ആണ്. സൈക്കോളജി ജോബ് മാർക്കറ്റ് 26% ആണ്. സുവോളജി ജോബ് മാർക്കറ്റ് 3% ആണ്. കെമിസ്ട്രിയുടെ ജോബ് മാർക്കറ്റ് 18% ആണ്. മാത്തമാറ്റിക്സിന്റെ ജോബ് മാർക്കറ്റ് 8% ആണ്. കൂടെ ഓർക്കണു, എക്കണോമിക്സിന്റെ ജോബ് മാർക്കറ്റ് 8% ആണ്. MBBSന്റെ ജോബ് മാർക്കറ്റ് 240% ആണ്. ആ നീതു എന്ന് പറഞ്ഞ കുട്ടി 10 ജന്മം ജനിച്ചാലും അവർക്ക് ജോലി കിട്ടില്ല. 4% ഉള്ളൂ. ഞാൻ കളിയാക്കണമെന്നല്ല നീതു, മനസ്സിലാണോ? അതുകൊണ്ടാണ് നീതു ആ ഡ്രസ്സൊക്കെ മാറ്റി ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഈ പരിപാടിക്കൊക്കെ ഇപ്പൊ ജോലി കിട്ടി. ആങ്കറാണ്. I'm telling, but she's using her English language very good. She's a very intelligent girl, smart girl. She's using her language for presentation. MA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ കോഴ്സ് ഇന്ത്യയിൽ ഉണ്ടാക്കിയേക്കണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഉണ്ടാക്കിയേക്കണം. അവരൊക്കെ പഠിപ്പിക്കാൻ പോകുന്നതാണ് സ്കൂളുകൾ. ആ കുട്ടി പഠിപ്പിക്കാൻ പോകാണ്ട് ഇവിടെ ആങ്കറിങ്ങിന് വന്നിരിക്കുക കേട്ടോ. She makes lot of money. She's very smart because she changed. She understood that English will not help her because job market is poor. MBBS ജോബ് മാർക്കറ്റ് is 240% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ജോബ് മാർക്കറ്റിലുള്ള ഒരു സബ്ജക്ട് പഠിച്ചാൽ ആ പാസ്സാവുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും. 50% ജോബ് മാർക്കറ്റിലെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും ജോലി കിട്ടും. 4% ജോബ് മാർക്കറ്റിലെ ഇംഗ്ലീഷ് കോഴ്സ് പഠിച്ചാൽ 96 പേർക്ക് ജോലി കിട്ടില്ല. ഇതിനോട് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യമാണ്. ഈ സെയിം ജോബ് മാർക്കറ്റിലേക്ക് വിദേശത്ത്, അതായത് റഷ്യ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ MBBS പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇതേ സെയിം ഡിമാൻഡ് ജോബ് മാർക്കറ്റിൽ ഉണ്ടാവുമോ സർ? നിങ്ങൾ രണ്ടുപേരും ആ സ്റ്റുഡിയോയിൽ നിൽക്കുന്നുണ്ടോ? ഐസറും നീതുവും. നിങ്ങളെ കണ്ടാൽ തന്നെ രോഗികൾ മാറിയിട്ട്, മോഹം കണ്ടാൽ തന്നെ രോഗികൾ മാറിയിട്ട്.
നിങ്ങൾ രോഗികളാണ് സങ്കല്പിക്കുക. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകണം, നിങ്ങൾക്ക് ചങ്കൂറ്റുണ്ടോ ആ ഡോക്ടർ? താൻ ഉക്രൈനാണോ ചൈനയാണോ? ഉണ്ടോ? നമ്പർ 2 നീ വേറെ പറയാം. എറണാകുളത്താണ് ഞാൻ മുഴുവൻ പറഞ്ഞു കേൾക്കോ. ഇയാള് നീ എടുത്തിച്ചാടി പറഞ്ഞാണല്ലോ ഇയാള്. ശ്രദ്ധിച്ചൂടെ? ആ നീത് നോക്ക്, മെഡിറ്റേഷനാണ്, വായ ഓർക്കണില്ല കേട്ടോ. നോക്ക്, ഇവിടെ നോക്ക്. ഞാൻ എറണാകുളത്തുകാരനാണ്. എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരിക. അവിടെ വന്നാൽ 36 ഹൗസ് സർജൻസില് 17 പേര് ചൈനയിൽ MBBS പഠിച്ചവരാണ്. അവിടെ വരുന്ന പേഷ്യൻസിനെ കാണാൻ താല്പര്യം ചൈനയിൽ MBBS പഠിച്ച ആൾക്കാരാണ്. ബിക്കോസ് ദേ ആർ ഹാർഡ് വർക്കിംഗ്. ഇന്ത്യയിൽ നിന്ന് ഖത്തറിൽ പോയാൽ നമ്മൾ ബുദ്ധിമുട്ടി വർക്ക് ചെയ്യുക. നാളെ നീതു ഖത്തറിൽ പോയാൽ ഇവിടെ കാണിക്കുന്ന ഉഴപ്പം അവിടെ കാണിക്കുകയോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കും. പറ, ആൻസർ പറ. നിങ്ങൾ വെറുതെ പൊമ്മമാരി നിൽക്കുകയാണല്ലോ. കാണിക്കില്ല. ബിക്കോസ് യു ഹാവ് ടു പ്രൂവ് യുവർ ഗുഡ്. അപ്പൊ ചൈനയിൽ MBBS വന്നവർ ഇവിടെ ഭയങ്കര ആക്രാന്തമാണ്. അവർക്കൊരു ഫീലിംഗ് ഉണ്ട് നമ്മൾ പെർഫെക്റ്റ് അല്ലാന്ന്. ദേ ആർ ഡൂയിങ് എക്സെപ്ഷനലി വെൽ. ഒരു വ്യത്യാസമില്ല. ഡോക്ടർമാർക്ക് വ്യത്യാസം വെറുതെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. ഇവിടെയുള്ള അടുത്തുള്ള ഡോക്ടർ കുശുമ്പ് മനസ്സിലാണ്ടോ? ഇപ്പൊ നീതു എന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിച്ചു നോക്ക്. നീതുവിന് ഐശ്വര്യനെ കണ്ട കുശുമ്പ് വരും. ആ സ്ത്രീക്ക് ഭംഗിയുണ്ട്. ഇന്ത്യയിലെ ഡോക്ടർമാർക്ക് ചൈനയിലെ ഡോക്ടർമാർക്ക് കണ്ട കുശുമ്പ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചൈനക്കാരനാണെന്ന് പറയും. അതൊക്കെ വെറുതെ. ഡോക്ടേഴ്സ് ആർ സെക്കൻഡ് ടു ഗോഡ്. ഡോക്ടേഴ്സ് ആർ സെക്കൻഡ് ടു ഗോഡ്. God is not discriminated. Allah and Sri Krishna are same. Yes or no? Yes, sir. That is it. Next question. Sir. Yeah. So. Sir, ഇപ്പൊ നമ്മള് എഡ്യൂക്കേഷനിലോട്ട് അബ്രോഡ് പോവുകയാണെങ്കിൽ നമുക്ക് വരുമോ പിന്നീട്? ഡെറ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടമാണ്. നിങ്ങൾ ആ സ്റ്റുഡിയോന്ന് എല്ലാം മ്യൂട്ട് ചെയ്യണം. ഒരാളെ മാത്രമേ സമ്മതിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കേൾക്കില്ല. ആ സ്റ്റുഡിയോക്കാരൊന്ന് അതായിട്ട് ഉറങ്ങാണ് അവിടെ. അവളുടെ ചോദ്യം ആൻസർ ചെയ്യാണ്. ഡെറ്റ് ട്രാപ്പ് വരുമെന്നാണ് എന്റെ ചോദ്യം. കിട്ടാക്കടമായിട്ട് എല്ലാവരും വന്ന് അറസ്റ്റ് ചെയ്യുവോ ജപ്തി ചെയ്യുവോ എന്നാണ്. അതാണോ ഹലോ ചോദ്യം? അത് നിന്റെ അച്ഛന്റെ കയ്യിലിരിക്കുമായിരിക്കും. അച്ഛൻ പൈസ എടുത്തെടുക്കും ഡെറ്റ് ട്രാപ്പ്. അതൊന്നും ഒരു ചോദ്യമല്ല, വരില്ല. അതൊന്നും വരില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോവിഡില് പോസ്റ്റ് കോവിഡില് എഡ്യൂക്കേഷൻ ലോൺസിന് 4 ഇയർ ആണ് റീപേയ്മെന്റ് ഹോളിഡേസ് കൊടുത്തേക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കുകൾ 3000 കോടി രൂപയാണ് എഡ്യൂക്കേഷൻ ലോൺ കൊടുത്തേക്കുന്നത്. ആ 3000 കോടി രൂപ പിടിക്കാൻ ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ സോഷ്യൽ ലോൺ. ഇറ്റ് ഇസ് എ സോഷ്യൽ ലോൺ. കുട്ടികൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ പിടിക്കില്ല. അത് നിങ്ങൾക്ക് സമ്പാദ്യമില്ല. താൻ ചൈനയിൽ പോയിട്ട് MBBS ഉക്രൈനിൽ പോയിട്ട് എടുത്തു വന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് താൻ കൊടുത്തില്ലെങ്കിൽ തന്നെ ജയിലല്ല ഇടേണ്ടത്. തന്നെ വേറെ സ്ഥലം പറഞ്ഞില്ല, അവിടെ കൊണ്ടുണ്ട്. വൺസ് യു സ്റ്റാർട്ട് ഏൺ. അത് എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞിട്ട് ഹോളിഡേ തരും. യു ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഞാൻ സാറിന്റെ മകളുടെ കൂടെ വെൽകെയറിൽ വർക്ക് ചെയ്ത ഡോക്ടറാണ്. ഞാൻ എന്റെ മകന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഐ എം ഡോക്ടർ മരീന. വെൽകെയറിൽ ഉണ്ടായിരുന്ന ലക്ഷ്മിക്കായിരുന്നു നന്നായിട്ട്. അതെ അതെ, ഞാൻ സാറിനെ കാണാൻ കുറെ നാശം. ഓക്കെ സാറേ, ഞാൻ മകന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം മണിപ്പാൽ ഹാസ് എ ക്യാമ്പസ് ഇൻ മലേഷ്യ എന്ന് പറയുന്നുണ്ട്, മലേക്ക എന്ന് പറഞ്ഞിട്ട്. അവിടെ എങ്ങനെയാന്ന് അറിയാനായിരുന്നു. അതെ, മെഡിക്കൽ കോഴ്സ് ആണോ? അതെ, മെഡിക്കൽ MBBS കോഴ്സ്. മേഡം നല്ലോണം ശ്രദ്ധിക്കും കേട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ. എന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആവറേജ് 1, 2, 3 സെമിനാർ ദിവസം ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തെ സെമിനാറാണ്. ഇപ്പൊ എന്നെ എല്ലാവരും അറിയാം. ഞാൻ മണിപ്പാലിനെ പറ്റി വല്ലതും പറഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ഫോൺ വരും. മണിപ്പാൽ അവിടുത്തെ ടീം വിളിച്ച് താൻ എന്തോടെ ഞങ്ങൾ ഇങ്ങനെ പറയും. എനിക്ക് ആരും താത്താനും പറ്റില്ല, പൊക്കാനും പറ്റില്ല. എനിക്ക് ന്യൂട്രലായിട്ട് ഇന്നലെ എന്റെ ഒരു പേരിന്റെ പ്രശ്നമാണ്, മനസ്സിലാണോ? ഓക്കെ സർ. അപ്പൊ ആയതിനാൽ വേറൊരു കാര്യം അതിന് മാഡം വരെ ഡോക്ടർ ആയിട്ട് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇതിന് ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചിട്ട് അർത്ഥം മനസ്സിലായി. ശ്രദ്ധിച്ചോളൂ കേട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോഴ്സുകൾ 4 രീതിയിലാണ് ലോകത്തെല്ലാം കോഴ്സ് നടത്തുന്നത്. ഒന്ന് ഡയറക്റ്റ് കോഴ്സ് അണ്ടർ ദ അംബ്രല്ല ഓഫ് ദ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ.
രണ്ടാമത്തെ കോഴ്സ് റെക്കഗ്നൈസ്ഡ് കോഴ്സസ്, കോളേജുകൾ നടത്തുക, യൂണിവേഴ്സിറ്റി കോളേജുകൾ റെക്കഗ്നൈസ് ചെയ്ത് നടത്തുക. മൂന്നാമത്തത് ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സസ്, ഇഗ്നോമാൻ. നാലാമത്തത് ഓഫ് ക്യാമ്പസ് കോഴ്സസ്. അഞ്ചാമത്തത് ഓൺലൈൻ കോഴ്സ്, recognized course colleges. The third course is what we call distant education. Fourth is off campus. Fifth is online courses. Madam ചോദിച്ചത് ഈ മണിപ്പാലുകാരുടെ അതൊരു എന്താണ് ഓഫ് ക്യാമ്പസ് കോഴ്സ് ആണ്. ഇല്ല സർ, ആക്ച്വലി മണിപ്പാൽ യൂണിവേഴ്സിറ്റിക്ക് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഒരു ഓഫ് ക്യാമ്പസ് കോഴ്സ് ആണ്. ഇപ്പൊ കേൾക്കാമോ? ഓഫ് ക്യാമ്പസ് കോഴ്സ് ആണ്. മാഡം വൈറ്റിലയില് ഈ വെൽകെയർ ഹോസ്പിറ്റലിലല്ലേ വർക്ക് ചെയ്തത്? അതെ അതെ. നിങ്ങളുടെ വെൽകെയറിൽ അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു, അറിയാമോ നിങ്ങൾക്ക്? മെഡിക്കൽ കോളേജ് ഇല്ലല്ലോ സാറേ. മാഡം പോയിട്ട് ഗൂഗിൾ തപ്പ് മാഡം. ഗൂഗിൾ മനുഷ്യനെ ഉണ്ടാക്കി വെച്ചാൽ തപ്പാൻ വേണ്ടിയത്. അവിടെ ഒരു 10 നില ഫ്ലോറിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ആ മെഡിക്കൽ കോളേജിന്റെ ഓഫ് ക്യാമ്പസ് നേപ്പാളായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു 6, 7 കൊല്ലം 8 കൊല്ലം മുമ്പ് കുട്ടികൾ ഫസ്റ്റ് ഇയർ MBBS അവിടെ പഠിക്കും, സെക്കൻഡ് ഇയർ പഠിക്കും, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത് ഇയർ നേപ്പാളിൽ കൊണ്ടുപോകും. ഇപ്പൊ അവിടെ ബിൽഡിംഗ് കാണുന്നില്ല, മെഡിക്കൽ കോളേജും കാണുന്നില്ല, മാഷുമാരെയും കാണുന്നില്ല, കുട്ടികളെയും കാണുന്നില്ല. ഞാൻ ഇത്രയൊക്കെ പറയുള്ളൂ. മണിപ്പാൽ ഈസ് ഗുഡ്. ശരി ശരി. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഹലോ ഹലോ ഹലോ. ഒരു പേരന്റ് ആണ് ഇത്. 450 എബോവ് ഉണ്ട് ഇപ്പൊ നീറ്റിൽ. നമ്മള് ആൻസർ കീ നോക്കിയിട്ട് ഇന്ത്യയിൽ എവിടെ നമുക്ക് മെറിറ്റ് സീറ്റിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ? നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന 2 രീതിയിലാണ് ശ്രദ്ധിക്കുക. ഒന്ന് AIQ, ഓൾ ഇന്ത്യ കോട്ട, 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട. ഇന്ത്യയിലുള്ള 673 മെഡിക്കൽ കോളേജിൽ 82,000 സീറ്റില് 15%, ഏകദേശം 8ഉം 4ഉം 12,000 സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് കേരളത്തും നാഗാലാൻഡ് വരെ പോവാം പഠിക്കാം. അതിന് നമുക്ക് വേണ്ട കട്ട് ഓഫ് മാർക്ക് കാര്യമായിട്ട് റിസർവേഷൻ ഇല്ലെങ്കിൽ, OBC ആയാലും മെച്ചമില്ല, OBC ആയാലും ബാക്കിയുള്ള റിസർവേഷൻസ് ഒന്നും മെച്ചമില്ല. SC ST അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു 580 മാർക്കിലേക്ക് കിട്ടില്ല. മേഡത്തിന്റെ മാർക്ക് 620, 420, 460 കിട്ടില്ല. ചാൻസ് കിട്ടില്ല. മേഡം ഞാൻ ഒരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ഞാൻ ഈ സ്ലൈഡ് കാണിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. 620 എന്ന നീറ്റിലെ സ്കോറും 621 എന്ന് പറഞ്ഞ നീറ്റ് സ്കോറിന്റെ ഇടയ്ക്ക്, അതായത് 1 മാർക്കിന്റെ ഇടയ്ക്ക് എത്ര കുട്ടികളാണ് ജോയിൻ ചെയ്തത്? 300 കുട്ടികളാണ് 1 മാർക്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ്. പിന്നെ മേഡം 420-ന് 550 ആക്കണമെങ്കിൽ എത്ര കൊല്ലങ്ങൾ എടുക്കും? എത്ര ലക്ഷം ആൾക്കാർ താഴെയുണ്ട്? അപ്പൊ അത് കാരണം ഞാൻ ഡിസ്കറേജ് ചെയ്യല്ല. പിന്നെ വേണമെങ്കിൽ റിപ്പീറ്ററിന് പോയിക്കോളൂ. റിപ്പീറ്ററിന് പോകാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ എന്റെ അടുക്ക 10, 11, 12 കംപ്ലീറ്റ് മാർക്ക്, ഫിസിക്സിന്റെ ഇൻഡെക്സ്, നീറ്റിന്റെ ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞാൽ ഞാൻ ശരിക്കും പ്രവചിച്ച് പറയാം അടുത്തോളം നീറ്റ് കിട്ടുമല്ലോ. കിട്ടുമെങ്കിൽ നീറ്റ് എഴുതുക, കിട്ടിയില്ലെങ്കിൽ നീതുവിനെ സ്നേഹിക്കുക. നീതു എവിടെ ഞാൻ കൊണ്ടുപോകും, എനിക്ക് എവിടെ കൊണ്ടുപോകണം അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. സാർ, ഈ റിപ്പീറ്റ് ചെയ്യുന്നതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ചില ഏജൻസി ഇങ്ങനെ ബ്രോഡ് പറയുന്നവരൊക്കെ പറയുന്നുണ്ട്, ഇത്ര മാർക്കേ ഒരു കുട്ടിക്ക് മാക്സിമം കൂടത്തുള്ളൂ എന്ന്. അത് അങ്ങനെ പ്രവചിക്കാൻ പറ്റുമോ സാർ? ആ കുട്ടി പഠിക്കുന്ന പോലെയല്ലേ ഇരിക്കത്തുള്ളൂ? ഇപ്പം 450 ശ്രദ്ധിച്ചു വെക്കോ, 450 മാർക്ക് കിട്ടിയ പാരന്റ് സംസാരിച്ചില്ലേ? അതെ. ആ കുട്ടിയുടെ എനിക്ക് 10, 11, 12 മാത്സിന്റെ മാർക്കും 11, 12 ഫിസിക്സിന്റെ മാർക്കും നീറ്റിന്റെ ബ്രേക്കപ്പ് തന്നാൽ ഞാൻ പ്രവചിക്കാം അടുത്തോളം നീറ്റ് കിട്ടുമല്ലേ ഞാൻ പറഞ്ഞുതരാം. അത് ചാൻസ് ഉള്ള ഒരു കുട്ടിയാണ്. 450 കിട്ടിയാൽ. പക്ഷെ ഒരു സ്ട്രാറ്റജി വേണം. എന്താ അറിയോ? ഒറ്റ സ്ട്രാറ്റജി ഉള്ളൂ. ഞാൻ കൺവേർട്ട് ചെയ്യാം. 8 hours per day ഇനി ഒരു അടുത്ത 12 മാസം വർക്ക് ചെയ്യാൻ തരാൻ കുട്ടി കിട്ടും. പിന്നെ നീ മാർക്ക് നോക്കണോട്ട് അനലൈസ് ചെയ്യണം. ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞ 8 hours per day ഈ കുട്ടി വർക്ക് ചെയ്യാൻ ബൂസ്റ്റ് ചെയ്ത് 610 എത്തിക്കാം, 130, 150 മാർക്ക് എത്തിക്കാം. പിന്നെ മേഡം ഒരു കാര്യം ആലോചിക്കണം. അതായത് നമ്മൾക്ക് 50% മാർക്ക് 51% ആക്കാനും, 80% മാർക്ക് 81% ആക്കാനും, 50%-ന് 51% പെട്ടെന്നാക്കാം. പക്ഷെ 80-ന് 81 ആക്കണമെങ്കിൽ പണിയാണ്. മുകളിലോട്ട് പോകും തോറും അതൊരു പിരമിഡ് ഷേപ്പാണ്, സ്ട്രെസ് കൂടുതലാണ്. പക്ഷെ ഈ കുട്ടിക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ.
Yes, sir. So how much mark is required for cracking AFMC? See, please understand, the latest Supreme Court has brought every institution under a NEET banner. 2018 AFMC, all എയിംസിന്റെ 9 കോളേജുകൾ, CMC, വെലൂർ, പിന്നെ ഇങ്ങനെ ജിപ്മർ, ഇങ്ങനത്തെ 8 കോളേജുകളിന് നീറ്റിന്റെ അപ്പറിലേക്ക് മാറ്റി ബാക്കി എല്ലാ കോളേജിലും നീറ്റ് നടത്തി. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേസിൽ പോയി സുപ്രീം കോർട്ട് പറഞ്ഞു എവറി കോളേജ് ഹാസ് ടു ഫോളോ ഇൻ ലൈൻ ഉണ്ട് NEET. AFMC also fell in line. Again they went to Supreme Court. Year before that they jumped out. Again they are brought under. So don't think about AFMC. You understand? AFMC is a different proposition. But if you ask me an indirect question, NEET all India rank എന്തിന്റെ അകത്ത് വരണം? NEET all India rank 1200 താഴെ വന്നാലേ AFMC കിട്ടുള്ളൂ കേട്ടോ. അത് പറഞ്ഞേ 1200 താഴെ വന്നാലേ all India AFMC കിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. സാറിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം? ഇപ്പൊ പറഞ്ഞ നമ്മള് ഡീറ്റെയിൽസ് പറഞ്ഞ സാർ പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാറിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും? അതെ, എയ്സറിനും എഡ്യൂവേൾഡിനും ഞാൻ എന്റെ കൗൺസിലിംഗ് നമ്പർ ഇപ്പൊ ഷെയർ ചെയ്യാം. അങ്ങനെ വാട്സാപ്പിൽ അയച്ചേക്കാം. ആ നമ്പർ നിങ്ങൾ ഫോൺ ചെയ്താൽ നിങ്ങൾ കൊടുക്കും. ആ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും 2 ദിവസം ഡെഡിക്കേറ്റഡ് ഫ്രീ കൗൺസിലിംഗ് ഉണ്ട്. ആ ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റിന്റെ നിങ്ങൾ സ്കോർ കാർഡ് പറഞ്ഞാൽ അടുത്ത കൊല്ലം കിട്ടുമോ, അടുത്ത കൊല്ലം കിട്ടുമോ, എന്തൊക്കെ സ്ട്രാറ്റജിയിൽ വൃത്തിയാണൊക്കെ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ പറയാൻ പറ്റും. പല ആൾക്കാർക്കും ഡിബേറ്റ് ആകുക. പേഴ്സണൽ കൗൺസിലിംഗ് ഡിഫറെന്റ് ഫ്രം പബ്ലിക് ഡൊമൈൻ. പബ്ലിക് ഡൊമൈൻ നമ്മൾ ജനറിക് ആയിട്ട് ആൻസർ പറയാൻ പറ്റും, അല്ലാണ്ട് സ്പെസിഫിക് ആക്കി അത് ഓക്വേർഡ് ആവും. പല സ്ഥാപനത്തിന് എഫക്ട് ചെയ്യും, കുട്ടികളെ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ. പ്ലീസ് യു ക്യാൻ കോൺടാക്ട് മീ പേഴ്സൺ. ഞാൻ നമ്പർ എയ്സ് തന്നേക്കാം. Thank you so much. Well moderated, Mr. Aiser and Miss Neetu. Wonderfully done. Of course, we had problems. The technical problem happens everywhere. We have to accept the technical problems. Number two. Thank you so much. And it was, sir, what we should be saying is that നമുക്ക് സർ ഒരു പുറത്തുനിന്നൊരാള് ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ നൽകുന്ന പോലെയല്ല തോന്നിയത്. വീട്ടിലുള്ള ഒരാള് ശാസിച്ചും കളിയാക്കിയും തമാശയൊക്കെ പറഞ്ഞിട്ട് സോപ്പാണല്ലോ നീ ഒരു സോപ്പാണ്. നിനക്ക് പഞ്ചാബിലെ Thank you. I really enjoyed your talk. Okay, sir. Thank you so much, sir. And you have to extend my unconditional apology to Dr. Riban. Sorry, because poor doctor, he's a highly professional doctor. No, he has traveled all over the world, much more exposed than me. I stopped him and he gave me the space. Then only I could get out of that. Convey my apologies to Mr. Riban and my thanks for moderating the whole program. And good luck. It's okay, sir. Good luck to all of you. And I'll be sending my contact number to one of the WhatsApp contacts I got. Either it is Mr. Aiser or not, please take it from them and help our listeners and audience. Good luck to all of you. Absolutely. Thank you, sir. Thank you so much. Permit me to do it. Sir, our apologies to you too for the technical errors. Don't go apology. We are friends now. We are friends. ഞങ്ങളുടെ സൗഭാഗ്യമാണ് സാർ ഞങ്ങളോട് ജോയിൻ ചെയ്തത്. Thanks again. All the best. Good luck. Good luck. Thank you. Okay, so നമുക്ക് വളരെ വിജ്ഞാനപ്രദമായ സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. And I'm very sure that you all enjoyed it as well as you have gained something from the session today. So നമുക്ക് back to Riban, Dr. Ribanലേക്ക് നമുക്ക് ഒന്നുകൂടെ പോവാം. Dr. Riban, are you still there? Yeah, sir. Yeah. I'm here. വിദേശത്തേക്ക് MBBS പഠിക്കാനായിട്ട് those students who really aspire to go abroad and do their MBBS, like countries like Ukraine, Russia, or China, etc. What do you have to a concluding advice to them? See, നിങ്ങൾ ഇപ്പോ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ ട്രസ്റ്റ് മീ, there is no point of even looking at the country. ഏത് കൺട്രി നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. Okay, that's it. So there is no big difference. എല്ലാ കൺട്രീസിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് പ്ലസ് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാവും. പിന്നെ റെസ്റ്റ് എവറിത്തിങ് ഇസ് ദ സെയിം തിങ്. കഷ്ടപ്പെടാൻ ബ്ലഡ്, സ്വെറ്റ് ആൻഡ് ടിയർ, ഈ 3 കറൻസി കൊടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ there is no point. It's okay. നിങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ ഇപ്പോൾ ചിലപ്പോൾ മിടുക്കറല്ലായിരിക്കാം, പക്ഷെ അത് it comes with time, you understand? So I want to tell all everyone, because like I also came to a same situation. ഞാനും പഠിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ട്രാക്ക് ഇല്ലാത്ത ഒരാളായിരുന്നു, പക്ഷെ then you get a vision. It takes time, you understand?
സോ പണം കാരണം അഥവാ നിങ്ങൾ നീറ്റിൽ സ്കോർ കിട്ടാത്ത കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ എന്നുള്ള ആ സ്വപ്നം നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ അബ്രോഡ്. ബട്ട് ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, try your best to get it here. Okay, so thank you so much, and your story itself is very inspiring to all these students, because മിക്കവാറും സ്റ്റുഡൻസ് വന്ന് ചോദിക്കുന്നത് ചോദ്യമുണ്ട്, ഞാൻ പഠിക്കാൻ ആവറേജ് ആണ്, എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റുമോ, MBBS പഠനം ഭയങ്കര ടഫ് ആയിരിക്കും എന്നൊക്കെ. അതിനൊരു ലിവിങ് എക്സാമ്പിൾ ആയിട്ടാണ് ഡോക്ടർ റിവാൻ himself said that he was an average student. പക്ഷെ അദ്ദേഹം അതിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് he has come so much. അപ്പോ അത് തന്നെ നിങ്ങളൊരു അസ്പയറിംഗ് ആയിട്ട് ഓരോ സ്റ്റുഡൻസും എടുക്കുക. ഇതുവരെ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് അല്ല എങ്കിൽ, ഡോക്ടർ ആവുക എന്നത് നിങ്ങളുടെ ഡ്രീം ആണെങ്കിൽ, ഡോക്ടർ റിവാൻ പറഞ്ഞതുപോലെ ലെറ്റ്സ് വർക്ക് റിയലി ഹാർഡ്. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് വെറുതെ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, ഹാർഡ് വർക്ക് എല്ലാവരും ചെയ്യണം. ആൻഡ് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today. എക്സാം ടഫ് ആണ്, ലൈക്ക് MBBS സ്റ്റുഡന്റ് അവർക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് എക്സാം സിലബസ്, എങ്ങനെയായിരുന്നു, ടഫ് ആയിരിക്കും, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നമുക്കിപ്പോ. എങ്ങനെയായിരുന്നു ഡോക്ടർ റിവാന്റെ എക്സ്പീരിയൻസ്? ഓക്കെ, സത്യം പറഞ്ഞാല് എക്സാം ടഫാണ്. അത് ഞങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡൂവബിൾ, ഇറ്റ്സ് വെരി ഡൂവബിൾ. പക്ഷെ അത് എന്താ പറയുന്നത് വെച്ചാൽ, ഇത് അധികം സ്റ്റുഡൻസ് വാട്ട് ദേ ഡൂയിങ് ഇസ് ലൈക്ക്, ഇത് 19 സബ്ജക്ട് ഇവർ ഈ 5 മാസത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രഷർ കാരണമാണ് എക്സാമിന്റെ പാസിംഗ് റേറ്റ് കുറവ് ഇതുവരെ. ഓക്കെ, പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഐഡിയ കിട്ടി. ഇപ്പൊ കുറെ കോച്ചിങ് സെന്റർ ഒക്കെ എല്ലാ കൺട്രീസിലും പോയിട്ടും അവര് ആദ്യം മുതലേ കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സാർ പറഞ്ഞതുപോലെ പാസിംഗ് പെർസെന്റേജ് ഒക്കെ വളരെ കൂടിക്കൊണ്ടായിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ഞങ്ങളിപ്പോ ഈവൻ ഒരു സത്യം പറഞ്ഞാല് ദിസ് ഈസ് ലൈക്ക് എ സ്മാർട്ട് വർക്ക്. സാർ പറഞ്ഞില്ല, ഇപ്പോൾ ഞങ്ങളിപ്പോ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ 6 months ഞങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ ദിസ് എക്സാം ഇസ് ഡൂവബിൾ. ആൻഡ് ദിസ് എക്സാം ഇറ്റ്സ് നോട്ട് ബിഗ്. ഇതൊരു ആവറേജ് ലൈസനിങ് എക്സാം ആണ്. അത്രേ കണക്കാക്കേണ്ടുള്ളൂ. ഇത് കുറെ മിത്ത് കാരണം, പ്രഷർ കാരണം കുറെ പ്രഷർ ബൂസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് വെരി ഡൂവബിൾ. ലാംഗ്വേജ് ഒരു പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നത്? ലാംഗ്വേജ്, യെസ് ഓഫ് കോഴ്സ്, അത് പ്രശ്നമായിരിക്കാം. പക്ഷെ ഇറ്റ് ഡിപ്പെൻഡ്സ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൺട്രി, ബട്ട് ഇറ്റ് ഈസ് ഡൂവബിൾ. എനിക്കെന്ന് വെച്ചാൽ എനിക്കിപ്പോ 6 ഭാഷ സംസാരിക്കാൻ അറിയാം. അവിടെ പോയപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് വരെ പഠിച്ചത് അവിടെ പോയപ്പോൾ ഞാൻ അണ്ടർസ്റ്റാൻഡ് കുറച്ച് കോൺഫിഡൻറ്റ്. ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്, യുക്രൈനിയൻ, റഷ്യൻ. അപ്പോൾ ഇത് എൻ്റെ വിഷനായിരുന്നു. എനിക്ക് ആൾക്കാരെ കാണണം, ഭാഷ പഠിക്കണം. സോ ഐ വാസ് എൻജോയിങ് ഇറ്റ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബിഗ് ഡീൽ. ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജ്, ഒരു പുതിയ ഭാഷ പഠിക്കുന്ന വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടാലന്റ്. സോ ആ സ്പിരിറ്റിൽ എടുത്താൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ആദ്യത്തെ ഒരു വർഷം കുറച്ച് പ്രശ്നം ഉണ്ടാവും. പക്ഷെ പഠിപ്പിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലാവും. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. പേഷ്യൻസോട് സംസാരിക്കുമ്പോൾ മാത്രമുള്ള ഒരു ചെറിയൊരു കഷ്ടപ്പാട്. ബട്ട് ഇറ്റ്സ് ഡൂവബിൾ. ഭക്ഷണം കുറച്ച് പ്രശ്നമായിരിക്കും, കാലാവസ്ഥ പ്രശ്നമായിരിക്കും, ഈ ഭാഷയും പ്രശ്നമായിരിക്കും. കുറച്ച് സാക്രിഫൈസ് എന്തായാലും ചെയ്യേണ്ടി വരും. നമ്മളത് ഗെറ്റ് യൂസ്ഡ് ആവുന്നത് വരേക്കും എന്തായാലും ഭാഷയും ഭക്ഷണവും കൾച്ചറും ഒക്കെ പ്രശ്നമായിരിക്കും. പക്ഷെ ഇതൊരു നമ്മുടെ ഒരു ഗ്രോയിങ്ങിന്റെ ഭാഗമാണ്. നമ്മൾ എവിടെ ചെന്നാലും അവിടുത്തെ ആളായി മാറുന്ന ഒരു സ്വഭാവമാണ് മലയാളികൾക്കുള്ളത്. സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾ എല്ലാവരും അവിടെ പോയിട്ട് ആ സിറ്റുവേഷനുമായിട്ട് ജെല്ലാവുന്നതിന് there is no doubt if you decide to go abroad. And Dr. Rivan, thank you so much for your time and also your patience. And the way that you accommodated yourself for us, thanks a lot. Yeah, thank you so much, sir. I thank Sambin sir and your team plus the one who spoke just now. Trust me, it was like a great experience. This is one of my few talks. Okay. Thank you so much. Thank you. Bye bye. Thank you. One more. Arkin doubt until they can write me in Facebook. Okay, I'll find time and I'll message. It's okay. No worries. Okay. That means an answer. Thank you. Yeah, definitely. I swear, when I was there at that time, trust me, there was no one. I didn't even knew about this exam, all those doubts, right? So I'll be super happy that if I can help someone, Okay. And this, I swear, I mean it. Okay. Thank you so much. Thank you, sir. Thank you so much. Okay, bye. Okay, so ഇന്നത്തെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഹൃദയംഗമായ നന്ദി. പ്ലസ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് സെഷൻ വാസ് വെരി വെരി യൂസ്ഫുൾ ടു യു. ക്വസ്റ്റ്യൻസ് അതാണ്
ഇൻട്രസ്റ്റിംഗ് ആക്കിയ മെയിൻ നിങ്ങൾ ഇനീഷ്യലി നമുക്ക് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിലതിൽ കുറച്ചൊക്കെ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടാവണം. വി ആർ വെരി സോറി ബിക്കോസ് ദിസ് ടെക്നിക്കൽ പ്രശ്നമുള്ളത് നമ്മുടെ ചുണ്ടിലോ കാലിലോ നിൽക്കുന്ന കാര്യമല്ലായിരുന്നു. എനിവേ വി ഗോട്ട് ഇറ്റ് സോൾവ്. പിന്നെ നമുക്ക് നല്ലൊരു സെഷൻ വെങ്കിട്ടരാമൻ സാറിന് കിട്ടി. ഡോക്ടർ പാഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ എല്ലാ സ്റ്റുഡൻസും ആ പാഷനോട് കൂടിയാണ് നിങ്ങൾ MBBS സമീപിക്കുന്നത് എങ്കിൽ there is no question that you will not be successful എന്നുള്ളത്. അപ്പോൾ ആ ഒരൊറ്റ ലൈൻ പറഞ്ഞ സ്വസിദ്ധമായ രീതിയിൽ പറഞ്ഞ ആ സംഭവം എന്റെ ഹാർട്ട് എന്തായാലും ടച്ച് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് that has touched your heart too. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത്, ഈ ഹാർഡ് വർക്കിനാണ് ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഭാവിയിലെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് ഡോക്ടർ റിഹാന നിങ്ങളോട് പറഞ്ഞു തന്നു. സോ ഐ ഹോപ്പ് that this session was very meaningful. നമുക്ക് വൈകിട്ട് ചെയ്യാൻ സമയമായി. അപ്പോ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ക്വയറീസും ഒക്കെ നിങ്ങൾക്ക് എജുവേർഡിനോട് ചോദിക്കാം. ഡയറക്ട്ലി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ബ്രാഞ്ചിനോടോ നിങ്ങളുടെ ബ്രാഞ്ച് ഹെഡ്സിനോടോ അവിടുത്തെ കൗൺസിലേഴ്സിനോടോ ചോദിക്കാം. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ, നമ്പേഴ്സ്, ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പാസ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ് us today and wish you all the best. ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിന് മുൻപിൽ ഒരു ഡോക്ടർ എന്നത് 2 അക്ഷരം വരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. And all the best to all the students and the parents. Thank you. Thank you so much. EduWorld,